രാജ്യത്ത് ഒരു ആണവ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏറ്റവും നിർണായകം. രണ്ട് റൗണ്ട് ചർച്ചകളാണ് ഇതുവരെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത്. ഫെബ്രുവരി 6-ന് ഒമാനിൽ, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 17-ന് ജനീവയിൽ. നാളെ മൂന്നാം ഘട്ട ചർച്ച ജനീവയിൽ നടക്കുകയാണ്. ഈ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ എന്ത് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രൂപരേഖ ഇറാൻ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം, മാത്രമല്ല മിസൈൽ പദ്ധതികളിലടക്കം നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ചർച്ചകളിൽ വേണം. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളോട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ എന്താവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം പ്രകോപനപരമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ് ഏറെ ശ്രദ്ധേയമാണ്. നയതന്ത്ര വഴിയെങ്കിൽ കരാർ സാധ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. നീതിയുക്തവും ആയ ഒരു കരാറിലേക്ക് എത്താൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം ആണവായുധത്തിന് വികസിപ്പിക്കുക ഇല്ല എന്നൊരു വരി കൂടി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ആ അർത്ഥത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായിരിക്കുന്നു എന്ന സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. കയ്യെത്തും ദൂരത്താണ് കരാർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് നാളെ നടക്കുന്ന ചർച്ചകളിൽ ഒരു വഴിത്തിരിവുണ്ടാകും. ഇതുവരെ നടന്ന രണ്ട് ഘട്ട ചർച്ചകൾ പോലെ ആകില്ല. ചില പോസിറ്റീവായ സാഹചര്യങ്ങൾ നാളെ ഉരുത്തിരിയും എന്ന സൂചന നൽകുന്നതാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. പക്ഷേ അപ്പോഴും നാളെ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ അമേരിക്ക എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇക്കാര്യത്തിൽ തുടർന്നുള്ള അമേരിക്കയുടെ സമീപനം. സ്വാഭാവികമായും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ അമേരിക്ക തയ്യാറായേക്കും. മാത്രമല്ല 3 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ചില മാറ്റങ്ങൾ, അതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എന്താകും? അതനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാന് മേൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ, ആ ഉപരോധങ്ങളാണ് ഇറാനിൽ ഇപ്പോൾ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അവിടുത്തെ പണപ്പെരുപ്പം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ടെഹ്റാനിൽ ഉരുത്തിരിഞ്ഞ പ്രതിഷേധങ്ങളടക്കം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ടെഹ്റാനിലും മഷാദിലുമൊക്കെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. അവർ ഈ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് വീണ്ടും സജീവമാകുന്നത്.